ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്വന്തം ജീവിതത്തിലൂടെ നൽകിയ സന്ദേശമാണ് കഴിഞ്ഞ 11 വർഷമായി എൻ.ഡി.എ സർക്കാരിന്റെ പ്രചോദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാബാ സാഹിബ് അംബേദ്കർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ മാത്രമാണ് കോൺഗ്രസ് ശ്രമിച്ചിരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ഹിസാറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ സമത്വം കൊണ്ടുവരാനാണ് ബി.ആർ. അംബേദ്കർ ശ്രമിച്ചത്. രാജ്യത്തെ ഓരോ പാവപ്പെട്ടവനും പിന്നാക്കക്കാരനും അന്തസ്സോടെ ജീവിക്കാനും തലയുയർത്തി നടക്കാനും സാധിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ കോൺഗ്രസ് പാർട്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വൈറസ് പടർത്തുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. അവർ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ പിന്നാക്ക വിഭാഗങ്ങളിലേക്ക് ക്ഷേമ പദ്ധതികളോ ബാങ്ക് വായ്പയോ എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് ജൻധൻ അക്കൗണ്ടുകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ സഹോദരി സഹോദരന്മാരാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, कांग्रेस के जमाने में एससी, एसटी, ओबीसी के लिए बैंक का दरवाजा तक नहीं खुलता था. ये सारी बातें सब सपना था. लेकिन अब जनधन खातों के सबसे बड़े लाभार्थी मेरे एससी, एसटी, ओबीसी के भाई बहन हैं. വഖഫ് നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എപ്രകാരമാണ് ഗുണപ്രദമാകുകയെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. വഖഫ് ഭൂമിയുടെ ഗുണഫലങ്ങൾ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും അതിന്റെ ഗുണം അനുഭവിക്കുന്നത് ഭൂമാഫിയക്കാരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾ വഖഫിന്റെ പവിത്രമായ ഉദ്ദേശത്തെ ബഹുമാനിക്കുന്നതാണ്. മുസ്ലിം സമൂഹത്തിലെ ദരിദ്രർക്കും സ്ത്രീകൾക്കും വിധവകൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് പുതിയ വ്യവസ്ഥകളെന്നും ഇതാണ് യഥാർത്ഥ സാമൂഹ്യനീതിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.